ഈ കേരള സർവകലാശാലയിലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇന്ന് ശക്തമായിട്ടുള്ള സമരമാണ് ABVP സർവകലാശാലയിൽ നടത്തിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി രാവിലെ തന്നെ ഞങ്ങളിത് ചർച്ചയ്ക്കെടുത്തതാണ്. അദ്ദേഹവുമായി കാര്യം സംസാരിച്ചതാണ്. ഈ സമരം നടത്തുന്ന കുട്ടികളോട് ഇതിനെക്കുറിച്ച് ബ്രീഫും നമ്മൾ ചെയ്തതാണ്. ഇത്രയധികം ഇടപെടൽ കേസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മറ്റു വിദ്യാർത്ഥികളെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ ABVP പ്രവർത്തകരും KSU പ്രവർത്തകരും എല്ലാം ഇവിടെ വരുന്ന കാഴ്ചകൾ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കുറേ ദിവസമായി. അന്നൊന്നും ഈ സർവകലാശാലയിലേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും സമരം ചെയ്ത് എത്തിയിട്ടില്ല. പല തവണയായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തിട്ടും വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ളൊരു രസീതിലെ മറുപടി മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. റീവാലുവേഷൻ്റെ ഫീസ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ റീവാലുവേഷൻ ഒഴിവാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കുക എന്നുൾപ്പെടെയാണ് ഞങ്ങൾ മുന്നിലോട്ട് വെച്ച ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ശക്തമായിട്ടുള്ള നടപടി തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അതുപോലെ തന്നെ നിയമപരമായിട്ടും സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് നമുക്ക് സർവകലാശാല ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമസ്കാരം. കേരള സർവകലാശാലയിലെ LLB പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലടക്കം SFI വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സർവകലാശാലയ്ക്ക് ഉള്ളിലേക്കടക്കം എത്തിയിരുന്നു. അതായത് സർവകലാശാലയ്ക്ക് മുൻപിൽ വലിയ ബാരിക്കേഡുകൾ അന്ന് തീർത്തു എങ്കിലും ഈ മതിൽ ചാടിക്കടന്നും ഗേറ്റ് ചാടിക്കടന്നും പ്രതിഷേധം അതിരുവിട്ടിരുന്നു. സമാനമായ രീതിയിൽ ഇന്നും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് SFI. ഈ ഒരു LLB പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സുതാര്യതയും മറ്റ് വിഷയങ്ങളും, അതായത് പുനർമൂല്യനിർണ്ണയത്തിലടക്കമുള്ള വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് SFI മാത്രമല്ല, ABVPയും അതുകൂടാതെ KSUയും മറ്റ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംഘടനകളെല്ലാം തന്നെ ഒരുമിച്ച് ഇപ്പോൾ സർവകലാശാലയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി VC ഈ ഒരു വിഷയം ധരിപ്പിക്കാൻ നിലവിലിപ്പോൾ ABVP വിദ്യാർത്ഥികൾക്ക് സാധിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മളോട് ABVPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നമ്മളോടിപ്പോൾ പ്രതികരിക്കുകയാണ്. അതുകൂടാതെ SFI തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയത്. നിലവിൽ ഈ കേരള സർവകലാശാലയിലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇന്ന് ശക്തമായിട്ടുള്ള സമരമാണ് ABVP സർവകലാശാലയിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ABVPയുടെ ആവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ തയ്യാറായത്. വൈസ് ചാൻസലർ നേരിട്ട് കാണുകയും ABVP മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങൾ വൈസ് ചാൻസലറോട് നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ മൂല്യനിർണ്ണയം നടത്തിയതിൽ അപാകത വരുത്തിയ അധികൃതർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ്. അതിൽ നടപടിയെടുക്കാം, ശക്തമായിട്ടുള്ള നടപടി തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അതുപോലെ തന്നെ നിയമപരമായിട്ടും സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് നമുക്ക് സർവകലാശാല ഉറപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പുനർമൂല്യനിർണ്ണയം നടത്തിയ സമയത്ത് വലിയ വ്യത്യാസം വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മൂല്യനിർണ്ണയത്തിൻ്റെ തുക തിരികെ നൽകാം എന്നുള്ള രീതിയിൽ തിരികെ നൽകണമെന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതും തിരികെ നൽകാം എന്ന് തന്നെ സർവകലാശാല നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുത്തതിന് ശേഷം അത് തിരികെ നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം സർവകലാശാലയിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ റീവാലുവേഷൻ ഉണ്ടാവില്ല, ഡബിൾ വാല്യുവേഷനാണ് നടക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അത് തീർത്തും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും റീവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശം നിഷേധിക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അത് ഇനിയുള്ള ഇതുവരെയുള്ള അക്കാദമിക് ഇയറിൽ അത് തുടരുമെന്ന് സർവകലാശാല നമുക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഇനി വരുന്ന അധ്യയന വർഷത്തിൽ ഈ ഡബിൾ വാല്യുവേഷൻ വരുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് വീണ്ടും അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിവൻസ് സെല്ല് സർവകലാശാല രൂപീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വൈസ് ചാൻസലർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. പൂർണ്ണമായുള്ളൊരു പരിഹാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഇതായിരുന്നു. ആ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സർവകലാശാല തയ്യാറായിട്ടുണ്ട് നിലവിൽ. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യതിചലിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ABVP ഇനിയും ഈ സർവകലാശാലയ്ക്ക് മുന്നിൽ തന്നെ ഉണ്ടാവും. അല്ല, ഇതിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഒന്നാമത്തെ കാര്യം റിവാലുവേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് ഒഴിവാക്കണമെന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോയി എന്നാണ് ആദ്യപടിയിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ജോയിൻറ്റ് രജിസ്ട്രാറും രജിസ്ട്രാറും ഉൾപ്പെടെ നമ്മൾ ആദ്യം കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു
ചർച്ചയ്ക്ക് ഈ കാര്യം എടുത്തിട്ടില്ല എന്നും മാത്രമല്ല ഈ ഡബിൾ വാല്യൂഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് സ്വീകരിച്ചത് എന്നും അവരറിയിച്ചു. അപ്പോൾ കൃത്യമായും KSU വിദ്യാർത്ഥികളുടെ ഈ ഒരു പൊളിറ്റിക്കൽ ബാനറിലല്ലാതെയുള്ള സംയുക്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രീതിയിൽ അവർ നടത്തിയ സമരത്തോട് എല്ലാ യോജിപ്പും ഞങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ കൺസേൺ അവിടെ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ റിവാല്യൂഷൻ ഒഴിവാക്കുന്നതാണ്, ഡബിൾ വാല്യൂഷൻ മാത്രം നടപ്പിലാക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത് പരീക്ഷ ഈ റിവാല്യൂഷൻ്റെ എമൗണ്ടാണ്. 750 എന്തോ സൈറ്റിൽ കിടക്കുമ്പോഴും കൂടുതൽ എമൗണ്ടാണ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞു. വർഷങ്ങളായി, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ വിഷയം പറഞ്ഞിട്ടും ഒരു പരിഹാരവും അതിലും ഉണ്ടായിട്ടില്ല. പിന്നെ ആൻസർ കീ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. കാരണം കുട്ടികൾക്ക് ആൻസർ പേപ്പർ നോക്കാനും അതിനനുസരിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെയാണ് അവർ ഉയർത്തി കാണിച്ച പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മുമ്പ് അറിയാൻ കഴിഞ്ഞത് പല തവണയായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തിട്ടും വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ളൊരു രസീതിലെ മറുപടി മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് അവരെല്ലാം സമരം, ഒരു പൊളിറ്റിക്കൽ ബാനറും ഇല്ലാതെ അവർ സമരത്തിന് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ KSUവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതൊരു വീണ്ടും അതിനൊരു പൊളിറ്റിക്കലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. കാരണം ഒരു അനാവശ്യമായൊരു സമരം നടത്താനോ ആ സമരം കാരണം കുട്ടികളുടെ ഈ സമരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ചെയ്യാതെ വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് ഇടപെടൽ നടത്തിയത്. കാരണം നിലവിൽ സർക്കാരുണ്ട്, സർക്കാരിന് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കാനുള്ള ഒരു ഇടപെടൽ ചെയ്യാനും നമുക്കിന്ന് കഴിയും. അപ്പോൾ അതിനെ എല്ലാത്തിനെയും, എല്ലാ മെഷീനറിയെയും എല്ലാ ടൂൾസിനെയും KSU ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി രാവിലെ തന്നെ ഞങ്ങളിത് ചർച്ചയ്ക്ക് എടുത്തതാണ്, അദ്ദേഹവുമായി കാര്യം സംസാരിച്ചതാണ്. കൺസേൺഡ് അതോറിറ്റി അദ്ദേഹത്തിനെ കൊണ്ട് ഇടപെടുത്തുകയും ചെയ്തിരുന്നു. പിന്നെ VCയുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാരിൽ നിന്നും സെനറ്റ് മെമ്പർമാരിൽ നിന്നും അവരുടെ പരാതികൾ അവിടെ അറിയിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സെനറ്റ് മെമ്പർമാരെയും ഉൾപ്പെടുത്തി ഇവിടെ സംസാരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നിരുന്നു. രജിസ്ട്രാറിനെ, ജോയിൻറ്റ് രജിസ്ട്രാറിനെയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഉറപ്പുകൾ നമ്മൾ വാങ്ങിയിരുന്നു. അതേപോലെ തന്നെ എക്സാമിൻ്റെ കൺവീനറായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പർ ഫസൽ സാർ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ സമരം നടത്തുന്ന കുട്ടികളോട് ഇതിനെക്കുറിച്ച് ബ്രീഫും നമ്മൾ ചെയ്തതാണ്. ഇത്രയധികം ഇടപെടൽ KSUവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങൾക്കും അങ്ങേ അറ്റം വരെയും സാധ്യമായ എല്ലാ ഇടപെടലുകളും എല്ലാ മെഷീനറിയിലെയും ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളത് റിസോൾവ് ചെയ്യുന്നതായിരിക്കും, യാതൊരു തർക്കവുമില്ല. അതല്ലാത്ത പക്ഷം ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിക്കെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LLB മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI ഇന്ന് സമരം നടത്തിയിട്ടുള്ളത്. ആ സമരത്തെ തുടർന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മറ്റു വിദ്യാർത്ഥികളെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ ABVP പ്രവർത്തകരും KSU പ്രവർത്തകരും എല്ലാം ഇവിടെ വരുന്ന കാഴ്ച കണ്ടു. നാളിതുവരെയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കുറേ ദിവസമായി. അന്നൊന്നും ഈ സർവകലാശാലയിലേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും സമരം ചെയ്ത് എത്തിയിട്ടില്ല. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ABP പ്രവർത്തകരും സിൻഡിക്കേറ്റ് മെമ്പർമാരുമായിട്ടുള്ള ചില ആളുകൾ ചെന്ന് വൈസ് ചാൻസലറെ കാണുകയാണ്. അതേ തുടർന്ന് കേരള സർവകലാശാലയുടെ യൂണിയൻ്റെ ചെയർമാനും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കാണാൻ വേണ്ടി അനുവാദം വാങ്ങുമ്പോൾ അത് നിലവിൽ കാണാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് വൈസ് ചാൻസലർ സൂചിപ്പിച്ചത്. അപ്പോൾ ABVPക്കാർക്ക് പ്രത്യേക പരിഗണന വൈസ് ചാൻസലർ നൽകുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സമരമെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകളാണ്, എന്തിനാണ് ഇവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം ഈ സമരത്തിൻ്റെ പ്രതിർത്ഥം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന മറ്റാളുകളുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പോൾ നിലവിൽ അതിനെപ്പറ്റിയൊന്നും സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ SFIയുടെ ആവശ്യം ഞങ്ങളത് ധരിപ്പിച്ചതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ഫീസ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ റീവാലുവേഷൻ ഒഴിവാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കുക എന്നുൾപ്പെടെയാണ് ഞങ്ങൾ മുന്നിലോട്ട് വെച്ച ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടും ആലോചിക്കണം. എപ്പോഴാണ് എങ്ങനെയാണ് ഇവർ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്, എത്ര കാലം വേണം ഇവർക്ക് ആലോചിക്കാൻ വേണ്ടി? അപ്പോൾ ആ രൂപത്തിനകത്ത് ഒരു തരത്തിലും ഇവർ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾക്കകത്ത് വൈസ് ചാൻസലർ ആയാലും രജിസ്ട്രാർ ആയാലും ഇവിടുത്തെ സിൻഡിക്കേറ്റ് ആയാലും ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് SFIക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ SFIയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കേരള സർവകലാശാലയിലേക്ക് SFI പോവുകയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ SFI അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വെറുതെ ഒരു സൂചനാ സമരം മാത്രമൊന്നുമല്ല, നിരന്തരമായ സമരങ്ങളാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അന്നൊന്നും ഈ രൂപത്തിനകത്തൊരു സമീപനം പോലും, അല്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് കേൾക്കാൻ വേണ്ടി പോലും ഇവിടുത്തെ വൈസ് ചാൻസലർ പോലും തയ്യാറായിട്ടില്ല. ഇവിടെ വളരെ സമാധാനപരമായാണ് സമരം ചെയ്തത്, രാവിലെ ഉൾപ്പെടെ. അത് ചർച്ച നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടുത്തെ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ എത്തിയത്.
അപ്പോൾ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇപ്പുറത്തെ സൈഡ് പോലീസും ഈ പറഞ്ഞ കാര്യത്തിൽ ധിക്കാരത്തോടെ കേൾക്കുന്ന ഇവിടുത്തെ അധികാരി വർഗ്ഗങ്ങളുമാണ്. വൈസ് ചാൻസലർ ഉൾപ്പെടെ അതേ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതോ ഒരു കുട്ടി രാവിലത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് കാല് ആ പോലീസുകാരുടെ മർദ്ദനമേറ്റ് കാല് പരിക്കേറ്റതോ ആ കുട്ടിയതോ വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ദൃശ്യം ഇത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കാണിക്കണം. നിങ്ങൾ ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടതെന്ന്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കേരള പോലീസ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ശക്തമായ പ്രതിഷേധം SFI ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. തിങ്കളാഴ്ച മുതൽ വിവിധ മേഖലയിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത് ഇടപെടാത്ത ഇവിടുത്തെ അധികാരികൾക്കെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി SFI ആലോചിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും SFIയും KSUയും ABVPയും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംഘടനകളും നിലവിലിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഒടുവിൽ VC വിഷയം കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു. ആദ്യം ABVP പ്രവർത്തകരാണ് VCയെ കാണുവാൻ തയ്യാറായത്. ഇതിന് പിന്നാലെ വിഷയങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചു എന്നാണ് ABVP നേതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ KSU നേതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ അടക്കം ഇന്ന് രാവിലെ ഉൾപ്പെടെ ചർച്ച നടന്നു. രജിസ്ട്രാറേയും VCയെയും ഈ ഒരു വിഷയം അറിയിച്ചു എന്നാണ്. ഇതിനൊരു പൂർണ്ണമായുള്ളൊരു പരിഹാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിദ്യാർത്ഥികളും കരുതുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ ഈ LLB പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ അവരുടെ ഈ കാര്യങ്ങളൊന്നും തന്നെ പരിഹരിച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് ഈ 3 സംഘടനകളും നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.